So hey guys, welcome back to my channel. അപ്പോൾ എല്ലാ ഗെയിമേഴ്സും ഒരു ഗുഡ് ന്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനലി അസൂസ് അവരുടെ റോഗ് സീരീസിൽ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് റോഗ് ഫോൺ 5. അപ്പോൾ എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് റോഗ് ഫോൺ 3യിൽ നിന്ന് വന്നത് അതിനെപ്പറ്റി ആയിരിക്കും ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഏതൊക്കെ യൂസേഴ്സിനാണ് ഈ സ്മാർട്ട് ഫോൺ വാങ്ങിക്കേണ്ടത്, പിന്നെ എന്തിനാണ് അസൂസ് ഈ ഫോൺ ഇറക്കിയത് അതും ഞാൻ പറയുന്നുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ബെല്ലൈക്കണും കൂടെ ഞെക്കുക. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുകൊണ്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ പിന്നെ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കണും കൂടെ ഞെക്കുക. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അസൂസ് ROG ഫോൺ 5നെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പലരും ഒരു കാര്യം നോട്ടീസ് ചെയ്ത് കാണുമായിരിക്കും. ഇപ്രാവശ്യം അവർ ഡയറക്റ്റ്ലി ROG ഫോൺ 5ലോട്ടാണ് പോയത്. അപ്പോൾ 3 ഇറക്കിയതിനു ശേഷം അവർ ഡയറക്റ്റ്ലി 5ലോട്ടാണ് പോയത്. അവർ 4 ഇറക്കിയിട്ടില്ല. അതിന്റെ കാരണം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ മെയിൻ കാരണമാണ് 4 ഒരു അൺലക്കി നമ്പറാണ് ചൈന, തൈവാൻ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇറക്കാത്തത്. OnePlusലും ഇതുപോലെ സംഭവിച്ചായിരുന്നു. OnePlus 1, 2, 3 കഴിഞ്ഞിട്ട് 5ലോട്ടാണ് ഡയറക്റ്റ്ലി പോയത്. 4 ഇറക്കിയിട്ടില്ല. പിന്നെ ഐഫോൺസിലും നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തായിരിക്കും 9 നമ്പർ ഇറക്കിയിട്ടില്ല. എല്ലാവരും പറയുന്നത് 4ാമത്തെ നമ്പർ, 9ാമത്തെ നമ്പർ, 13ാമത്തെ നമ്പർ എല്ലാം അൺലക്കിയാണ്. അതുകൊണ്ടാണ് അവർ അതിന്റെ നമ്പർ ബേസ്ഡ് പ്രോഡക്ട്സ് ഇറക്കാത്തത്. അപ്പോൾ 4 ഒരു അൺലക്കി നമ്പർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഇറക്കാത്തത്. അതുകൊണ്ടാണ് ഡയറക്ട്ലി 5 സീരീസിലോട്ട് പോയത്. അപ്പോൾ ROG ഫോൺ 5ന്റെ ഡിസൈനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ROG ഫോൺ 3 പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഗ്ലാസ് ബാക്ക് ആണ് കിട്ടുന്നത്. സൈഡിൽ മെറ്റാലിക് ഫ്രെയിം ആണ് കിട്ടുന്നത്. അപ്പോൾ സൈഡ്സ് മെറ്റാലിക് ആണ്. അപ്പോൾ നല്ല ഫീൽ തന്നെ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടും. ROG ഫോൺ 3 പോലെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം 2 വേരിയൻസ് ഉണ്ട്. കൂടുതൽ റാം ഉള്ള വേരിയൻസ് ഉണ്ട്, കുറവ് റാം ഉള്ള വേരിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പ്രോ വേരിയൻസും നോൺ പ്രോ വേരിയൻസും ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോൺ പ്രോ വേരിയൻസ് നോക്കുകയാണെങ്കിൽ 8GB റാം, 12GB റാമും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രോ വേരിയൻസ് നോക്കുകയാണെങ്കിൽ 16GB റാം, 18GB റാമും ഉണ്ട്. 18GB റാം ഒക്കെ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ എക്സ്ബോക്സിൽ പോലും 18GB റാം ഇല്ല. അതിനകത്ത് ഒരു 8GB റാം ഉള്ളൂ. എന്നിട്ട് നല്ല ഗെയിമിംഗ് പെർഫോമൻസും കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു സ്മാർട്ട് ഫോണിനകത്ത് 18GB റാമിൻ്റെ ആവശ്യമുണ്ടോന്ന്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കറിയാം സാധാ ROG ഫോൺസിനകത്ത് നിങ്ങൾക്ക് അറിയിക്കും അതിനകത്ത് RGB ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നോൺ പ്രോ വേരിയൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇതിനകത്ത് 8 ഡോട്ട് മിനി LED RGB ലൈറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഡോട്ട് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ടാണെന്ന് പറഞ്ഞത്. പിന്നെ പ്രോ വേരിയൻസിനകത്ത് നിങ്ങൾക്ക് കുഞ്ഞ് ഡിസ്പ്ലേ ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഏത് കളർ വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സാധാ സ്മാർട്ട് ഫോൺ മേടിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒന്നും ഫീച്ചേഴ്സ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു സാധാ സ്മാർട്ട് ഫോണിൽ ഇതുപോലത്തെ ഒക്കെ സംഭവങ്ങൾ വരുവാണെങ്കിൽ കൊള്ളായിരുന്നു. 40,000 രൂപയുടെ ആ പ്രൈസ് റേഞ്ചിൽ ഇതുപോലത്തെ സംഭവങ്ങൾ വരുവാണെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ഇതും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിസൈനെ പറ്റി. അപ്പോൾ ഡിസൈൻ ROG ഫോൺ 3യും 2 പോലൊക്കെ തന്നെയാണ്, സെയിം ഡിസൈൻ ആണ്. പക്ഷേ RGB ലൈറ്റിങ്ങിന് കുറച്ച് വ്യത്യാസങ്ങൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും ROG 1-നകത്തും ROG 2-നകത്തും നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ROG 3 ആയപ്പോൾ അവർ എടുത്തു കളഞ്ഞു. പിന്നെ ROG ഫോൺ 5 ഇറങ്ങിയപ്പോൾ വീണ്ടും അവർ ഹെഡ്ഫോൺ ജാക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ സാംസങ്ങും ഐഫോൺസും നോക്കുകയാണെങ്കിൽ അവർ ഒരു വട്ടം ഹെഡ്ഫോൺ ജാക്ക് എടുത്തു, പിന്നെ അവർ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ROG സീരീസിനകത്ത് നടന്നത് വേറെ കേസായിരുന്നു. അവർ ഫസ്റ്റ് എടുത്തു, പിന്നെയും അവർ വീണ്ടും വെച്ചു. എനിക്ക് തോന്നുന്നു പലരും കംപ്ലൈൻറ്റ് ചെയ്ത് കാണായിരിക്കും ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തതുകൊണ്ട്. ഗെയിമിംഗ് സ്മാർട്ട് ഫോണിനകത്ത് പലരും വയർഡ് ഹെഡ്സെറ്റും ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ അത് കാരണമാണെന്ന് തോന്നുന്നു അവർ വീണ്ടും കൊണ്ടുവന്നത് ഹെഡ്ഫോൺ ജാക്ക്. പിന്നെ നിങ്ങൾക്ക് 2 USB പോർട്സ് കിട്ടുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ 2 സൈഡിൽ കൂടെ ചാർജ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ ഹോറിസോണ്ടൽ വേയും വെർട്ടിക്കൽ വേയും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 പോർട്സ് ഉണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. പിന്നെ പറയുന്നുണ്ട് 2 ബാറ്ററി ഉണ്ടെന്ന് പറയുന്നുണ്ട്. 3000 mAh ഒരു ബാറ്ററി താഴെ സൈഡിൽ, പിന്നെ മുകളിൽ സൈഡിൽ ഒരു 3000 mAh ബാറ്ററി ഉണ്ട്. അപ്പോൾ 2 ബാറ്ററിയും കൂടെ ചേർന്ന് 6000 mAh ബാറ്ററി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബിൽഡിന്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് 6.79 ഇഞ്ചിന്റെ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് ഈ സ്മാർട്ട് ഫോൺ. അത് 1080p ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേയും കൂടെയാണ്. പിന്നെ നിങ്ങൾക്ക് റീഫ്രഷ് റേറ്റ് ആണെങ്കിൽ 144 ഹെർട്സിന്റെ ആണ്. അപ്പോൾ ഇത് നല്ല റീഫ്രഷ് റേറ്റ് ഉള്ള സ്ക്രീൻ തന്നെയാണ്. 144 ഹെർട്സ് പെർഫെക്റ്റ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ 144 ഹെർട്സ് വെക്കുകയാണെങ്കിൽ ബാറ്ററി ട്രെയിൻ ഒക്കെ ആവും. പക്ഷേ ഞാൻ പറയുന്ന 90 ഹെർട്സ് 120 ഹെർട്സും നല്ലത് തന്നെയാണ്. 60 ഹെർട്സോട്ട് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ബാറ്ററി ലെവൽ താഴെ വല്ലതും പോവുകയാണെങ്കിൽ അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ടച്ച് റീഫ്രഷ് റേറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 300 ഹെർട്സിന്റെ ആണ്. അപ്പോൾ ടച്ച് സാമ്പിളിന്റെ റേറ്റ് 300 ഹെർട്സ് ആണ്. അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെയാണ്. സാധാ സ്മാർട്ട് ഫോണിനകത്ത് 240, 200 ഒക്കെ തന്നെയാണ് ആവറേജിൽ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 300 ഹെർട്സിന്റെ ടച്ച് റീഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ അത് ഒരു നല്ല കാര്യം തന്നെയായിരുന്നു ഈ സ്മാർട്ട് ഫോണിനകത്ത്. ഇതിനകത്ത് പിന്നെ HDR10+ന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. 1400 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ വെയിലത്തുമെല്ലാം ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നും വരുന്നില്ല. പിന്നെ കൊറിയല ഗ്ലാസ് വിക്ടസിന്റെ സപ്പോർട്ട് ഉണ്ട് 2 ഫ്രണ്ടിലും ബാക്ക് സൈഡിലും. അപ്പോൾ 2 ഗ്ലാസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ ഒരു ഗ്ലാസ് ഉണ്ട്, ബാക്ക് സൈഡിൽ നിങ്ങൾക്കറിയാം ഗ്ലാസ് ബോഡിയാണ്. അപ്പോൾ കൊറിയല ഗ്ലാസ് വിക്ടസിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. ഓവറോൾ നല്ല ഡിസ്പ്ലേ തന്നെയാണ്. ഗെയിമേഴ്സിനെ
ഉദ്ദേശിച്ചാണ് അവർ ഈ സ്മാർട്ട് ഫോൺ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ഡിസ്പ്ലേ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമൊന്നും വരത്തില്ല. പിന്നെ 19:5:9 റേഷ്യോക്കകത്താണ്. ഇതിനകത്ത് നോച്ചൊന്നുമില്ല ഈ സ്മാർട്ട് ഫോണിനകത്ത്. ഇപ്പോൾ നിങ്ങൾ സാംസങ് ഗാലക്സി S8 S9 പോലൊക്കെ തന്നെ ROG Phone 3 പോലൊക്കെ തന്നെ സെയിം ഡിസൈൻ ആണ്. അപ്പോൾ നോച്ചും കാര്യങ്ങളോ പഞ്ചോളോ ഒന്നും ഇല്ല. അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ് ഗെയിമേഴ്സിന്. പിന്നെ ഡുവൽ സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഫ്രണ്ടിലും പിന്നെ ഫോണിന്റെ താഴത്തെ സൈഡിലും. അപ്പോൾ 2 സ്പീക്കേഴ്സ് ഉണ്ട്. നല്ല ക്വാളിറ്റി ആണെന്ന് പറയുന്നുണ്ട്. ROG Phone 3നേക്കാളും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ല സ്പീക്കേഴ്സും ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കേഴ്സ് ആണെന്നും പലരും പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു നല്ല കാര്യം തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റ് കിട്ടുന്നുണ്ട്. 5nm ബേസ്ഡ് ആണ്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് ഫോൺ ആയിരിക്കും സ്നാപ്ഡ്രാഗൺ 888 വരുന്നത്. പിന്നെ ആയിരിക്കും OnePlus 9 ഇതുപോലത്തെ സ്മാർട്ട് ഫോൺസ്. അപ്പോൾ നല്ല പ്രോസസർ തന്നെയാണ് കിട്ടുന്നത്. ക്വാൾകോമിന്റെ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ചിപ്സെറ്റ് ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ Adreno 660 GPU ഉണ്ട്. അപ്പോൾ നല്ല GPU പെർഫോമൻസും ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗ്രാഫൈറ്റിന്റെ 2 ഷീറ്റ് കിട്ടുന്നുണ്ട് ഈ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റത്തിന്റെ അകത്ത്. ഇത് 3D വാട്ടർ വേപ്പർ അല്ലെങ്കിൽ വാട്ടർ വേപ്പറിംഗ് സിസ്റ്റം ഇതുപോലത്തെ കാര്യങ്ങളുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഒരു നല്ല കാര്യം തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 4 വേരിയന്റ് ഉണ്ടെന്ന് റാമിന്റെ ടൈപ്പിനകത്ത്. 8GB റാം ഉണ്ട്, 12GB റാം ഉണ്ട്, 16GB റാം ഉണ്ട്. അപ്പോൾ 8ഉം 12ഉം 16GB റാം ബ്ലാക്ക് കളറിനകത്താണ് വരുന്നത്. 18GB റാമിന്റെ ഒരു വേരിയന്റ് ആണ്, അതാണ് ഹയർ വേരിയന്റ്. അത് വൈറ്റ് കളറിനകത്താണ് വരുന്നത്. ആ ഫോൺ വൈറ്റ് കളറാണ്, ബാക്കി എല്ലാ ഫോണും ബ്ലാക്ക് കളറിന്റെയാണ്. അപ്പോൾ അതിനകത്താണ് കൂടുതൽ റാം ഉള്ളത്. അപ്പോൾ 18GB റാം എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലാണ്. സ്മാർട്ട് ഫോണിന് ഒരു ആവശ്യമില്ല. ഇപ്പോൾ ലാപ്ടോപ്പിൽ തന്നെ 18GB റാം കൂടുതൽ തന്നെയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് Android 11 ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ROG UI ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ROGയുടെ UI ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് വേരിയൻസ് 128GB വേരിയന്റ് ഉണ്ട്, 256GB ഉണ്ട്, 512GB ഒരു വേരിയന്റും കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു റാമിന്റെ കാര്യത്തിൽ 8ഉം 16ഉം 12ഉം പിന്നെ 18GB റാമിന്റെ വേരിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ റാമും സ്റ്റോറേജും സെലക്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രൈസ് പേ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിനകത്ത് microSD കാർഡും കൂടെ അല്ലേ. ഇപ്പോൾ നിങ്ങൾ 128 വല്ലതും എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേ ഗെയിമിങ്ങും ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇഷ്യൂ ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. പിന്നെ ഇതിനകത്ത് SD കാർഡ് സ്ലോട്ടും ഇല്ല. നിങ്ങൾക്ക് വല്ലപ്പോൾ ഹാർഡ് ഡിസ്ക് വല്ലതും എക്സ്റ്റേണലി യൂസ് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 256GB പെർഫെക്റ്റ് ആയിരിക്കും ഇപ്പോൾ നിങ്ങളൊരു ഗെയിമറാണ്. ഇപ്പോൾ സാധാരണ ഒരാളാണ് ചെറിയ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ 128GB വേരിയന്റ് നല്ലത് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് UFS 3.1 സപ്പോർട്ടൊക്കെ ഉണ്ട്. നല്ല സ്റ്റോറേജ് സ്പീഡ് തന്നെയാണ്. LPDDR5 സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്റ്റോറേജ് സ്പീഡും നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾ ആപ്സ് എല്ലാം ഓപ്പൺ ചെയ്യണമെങ്കിൽ വേഗം തന്നെ തുറക്കും. അപ്പോൾ ഇതും നല്ല കാര്യം തന്നെയാണ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഈ സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ സ്മാർട്ട് ഫോൺ ഈ പെർഫോമൻസ് നല്ല കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ PUBG കളിക്കുകയാണെങ്കിൽ തന്നെ ഫുൾ സെറ്റിംഗ്സ് കളിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കൊറിയൻ PUBG എല്ലാം കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്രാവശ്യം പ്രോസസ്സർ ഫോണിന്റെ അടുക്കാണ് വെച്ചത്. ഇപ്പോൾ നിങ്ങളുടെ സാധാരണ ഫോൺസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യാമറാസിന്റെ അവിടെയൊക്കെയാണ്. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയുടെ അവിടെ, അപ്പോൾ നിങ്ങളുടെ ഫോണിന്റെ മുകളിലത്തെ സൈഡിലാണ്. ഇപ്രാവശ്യം അവർ സെൻട്രലാണ് വെച്ചത് പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 888. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് എക്സ്റ്റേണലി അല്ലെങ്കിൽ അക്സസറീസ് ഒക്കെ മേടിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ പുറത്ത് പോയി മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിന്റെ കൂടെ ഒന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് പുറത്ത് പോയൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ ഫോണിന്റെ കൂടെ ഒരു ആക്സസറി വരുന്നുണ്ട്, അതാണ് ഫാൻ. അപ്പോൾ നിങ്ങൾ ഹൈ പെർഫോമൻസ് മോഡിലെല്ലാം കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാൻ ഫിക്സ് ചെയ്യാൻ പറ്റും ഫോണിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലും കാണുമായിരിക്കും. അപ്പോൾ ഫാൻ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണ്, ഫോൺ കൂടുതൽ ഹീറ്റ് ആവുകയാണ്. അപ്പോൾ അത് ഹാർഡ്വെയർ ത്രോട്ട്ലിംഗ് തുടങ്ങും. അപ്പോൾ ഫോൺ കൂടുതൽ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി അത് പെർഫോമൻസ് കുറയ്ക്കും. അപ്പോൾ അതൊക്കെ കാരണമാണ്, അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നത് അവർ ഫാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഫാൻ ആകുമ്പോൾ ഫോണിനെ കൂളൊക്കെ ചെയ്യുന്നുണ്ട് ആ ഫാൻ. പിന്നെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് തെർമൽ ത്രോട്ട്ലിങ്ങിന്റെ ഇഷ്യൂസ് ഒന്നും ഈ സ്മാർട്ട് ഫോണിനകത്ത് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ അതും ഒരു നല്ല കാര്യം തന്നെയാണ്. ഫാനും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രോസസ്സർ ഇപ്പം മിഡിലാണ് വെച്ചത്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. ഫാനും കാര്യങ്ങളും പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ പറ്റും. കൺട്രോളേഴ്സും മറ്റേ ആക്സസറീസും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും പുറത്ത് പോയിട്ട്. ഇപ്പം നിങ്ങൾ ചില വേരിയൻസിനകത്ത് നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കിട്ടും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസസിൽ നിങ്ങൾക്ക് ഫോണായിട്ട് കിട്ടത്തുള്ളൂ മാർക്കറ്റിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് 3 ക്യാമറാസ് കിട്ടുന്നുണ്ട്. ROG Phone 3-നകത്തുള്ള എല്ലാ ക്യാമറാസും നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കൂടുതൽ ISP ഇമേജ് സിഗ്നൽ പ്രോസസർ ഇപ്രാവശ്യം നല്ലത് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 888. അപ്പോൾ കൂടുതൽ
നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഒക്കെ കിട്ടുന്നുണ്ട് ROG Phone 3ൽ നിന്ന്. ഇതിനകത്ത് നിങ്ങൾക്ക് 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട് Sony IMX686ന്റെ. അപ്പോൾ നല്ല ക്യാമറ തന്നെയാണ് ഇതും. ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ഫോണിൽ ആരും അധികം ഫോട്ടോസ് ഒന്നും ക്ലിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾ ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ വേറെ സ്മാർട്ട് ഫോൺ ആയിരിക്കും നല്ലത്. ഈ സ്മാർട്ട് ഫോൺ അവർ ഉണ്ടാക്കിയത് ഗെയിമിങ്ങിനാണ്, ക്യാമറാസിനല്ല. പിന്നെ അൾട്രാ വൈഡ് ക്യാമറ 13 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്, സെയിം ROG Phone 3 പോലെ തന്നെ. മാക്രോ ക്യാമറ 5 മെഗാ പിക്സലിന്റെ ആണ്. അപ്പോൾ അൾട്രാ വൈഡ് ക്യാമറ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് കിട്ടും. പക്ഷേ മാക്രോ ക്യാമറ എനിക്കൊന്ന് കുറച്ച് വേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ യൂസ്ലെസ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷെ അത് നല്ല ക്യാമറാസ് ആണെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ക്യാമറാസ്. പിന്നെ നിങ്ങൾക്ക് 8K വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, 8K 30 FPS. അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ അത്. പിന്നെ ഫ്രണ്ട് ക്യാമറ 24 മെഗാ പിക്സലിന്റെ ആണ്. അപ്പോൾ അതും നല്ല ക്യാമറയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്യാമറാസിനെ പറ്റി ഒന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. മെജോറിറ്റി ആൾക്കാർക്കും ഗെയിമിങ്ങിനോടാണ് കൂടുതൽ ഇഷ്ടം ഈ സ്മാർട്ട് ഫോണിനെ പറ്റി സംസാരിക്കുമ്പോൾ. അപ്പോൾ ക്യാമറാസ് നല്ല തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ക്യാമറാസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ OnePlus 9 സീരീസ് ഇറങ്ങുന്നുണ്ട്, S21 ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സ്മാർട്ട് ഫോൺസിലോട്ടൊക്കെ പോകാൻ പറ്റും. പക്ഷെ അതിന്റെ പെർഫോമൻസ് ആണ് ഈ ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അതിനാണ് മെയിൻ ഇമ്പോർട്ടൻസ് ഉള്ളത് ക്യാമറാസിനേക്കാളും. അപ്പോൾ ക്യാമറാസും ഓവറോൾ ഈ ഫോണത് നല്ലത് തന്നെയാണ്. നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറെ നേരം ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററിയിലോട്ടും നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്മാർട്ട് ഫോണത് നിങ്ങൾക്ക് 6000 mAh ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ബിൽഡ് ക്വാളിറ്റിയുടെ സമയത്ത് ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് 2 ബാറ്ററീസ് കിട്ടുന്നുണ്ട്. മുകളിലത്തെ സൈഡിൽ ഒരു 3000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്, താഴത്തെ സൈഡിൽ 3000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ചാർജിങ് പോർട്സ് കിട്ടുന്നുണ്ട്, ഒരു USB-Cയുടെ. അപ്പോൾ ഹോറിസോണ്ടൽ സൈഡിലും കിട്ടുന്നുണ്ട്, ഫോണിന്റെ ലെഫ്റ്റ് സൈഡിലും കിട്ടുന്നുണ്ട്, ഫോണിന്റെ താഴെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻസും ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. റിവേഴ്സ് ചാർജിങ് 10 വാട്ടിന്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് 65 വാട്ടിന്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് 6-7 മണിക്കൂറൊക്കെ സുഖമായിട്ട് ബാറ്ററി ബാക്കപ്പ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ബാറ്ററി വേണം, നല്ല ബാറ്ററി തന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 60 ഹെർട്സിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇത് വരുന്നത് 144 ഹെർട്സിനകത്താണ്. നിങ്ങൾക്ക് 60 ഹെർട്സ് 90 ഹെർട്സിലോട്ടൊക്കെ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ 90 ഹെർട്സ് നല്ല സ്വീറ്റ് സ്പോട്ട് ആയിരിക്കും. അതിനകത്ത് നിങ്ങൾ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നും വരത്തില്ല, ബാറ്ററി ബാക്കപ്പും അധികമൊന്നും പോകത്തില്ല. 60 ഹെർട്സ് കുറച്ചുകൂടെ സേവ് ഒക്കെ ചെയ്യായിരിക്കും, പക്ഷേ 90 ഹെർട്സ് ആയിരിക്കും പെർഫെക്റ്റ്. അപ്പോൾ ഹെർട്സ് കുറയ്ക്കുകയാണെങ്കിൽ ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് 7 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്, സ്ക്രീൻ ഓൺ ടൈം ഒക്കെ. അപ്പോൾ അതും നിങ്ങൾ നോക്കാം. നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് ഈ സ്മാർട്ട് ഫോൺ, അത് സാധാരണ ഫോൺ പോലെയല്ല. അപ്പോൾ ഇതും ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഈ സ്മാർട്ട് ഫോണിനകത്ത് പറയുന്നുണ്ട്. ഈ വർഷം നിങ്ങൾക്ക് നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഡ്യുവൽ സ്പീക്കേഴ്സും നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് എയർ ട്രിഗേഴ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിന്റെ സൈഡിൽ തന്നെ അൾട്രാസോണിക് എയർ ട്രിഗേഴ്സ് ഉണ്ട്. അതിനകത്ത് ട്രിഗേഴ്സ് ഒന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഞെക്ക് ചെയ്യാൻ മതി നിങ്ങളുടെ വിരൽ കൊണ്ട് തന്നെ. ഇപ്പോൾ നിങ്ങൾ ഫയർ ചെയ്യുകയോ, ഇപ്പോൾ ഫോർട്ട്നൈറ്റ് ആയിക്കോട്ടെ, കോൾ ഓഫ് ഡ്യൂട്ടി ആയിക്കോട്ടെ, 4G PUBG ഏതെങ്കിലും ഗെയിം ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ ഫയർ ചെയ്യുകയാണെങ്കിൽ നല്ല വൈബ്രേഷൻ കിട്ടും. ഇപ്പോൾ സാധാരണ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി എല്ലാം ഫയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒച്ച കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ സ്പീക്കേഴ്സിൽ നിന്ന്. ഇപ്രാവശ്യം നിങ്ങൾക്ക് സ്പീക്കേഴ്സിൽ നിന്ന് സൗണ്ട് കിട്ടുന്നുണ്ട്. അതും നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തരുമെന്ന് പറയുന്നുണ്ട്. ഇപ്രാവശ്യം നിങ്ങൾക്ക് എയർ ട്രിഗേഴ്സും കിട്ടുന്നുണ്ട്, ROG Phone 3 പോലെ തന്നെ. അപ്പോൾ ഇതിനകത്ത് ഈ സംഭവം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂളിംഗ് ഫാനും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല ഫീച്ചേഴ്സ് ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് iPhone 12 മേടിക്കണോ അതോ ഈ സ്മാർട്ട് ഫോൺ മേടിക്കണമെന്ന്. iPhone 12 ഒരു ഓവറോൾ ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഇത് ജസ്റ്റ് ഗെയിമിങ്ങിനാണ്. ഇപ്പോൾ ഗെയിമിങ്ങിന് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ സ്പോർട്സിൽ പോകുന്നവർക്കാണ് ഈ സ്മാർട്ട് ഫോൺ. ഇപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിൻ്റെ ഒരു ഫാനാണ്, ആ സമയത്ത് മാത്രമേ ഈ സ്മാർട്ട് ഫോണിനകത്ത് പോകാവൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ ഒരു ഫോൺ വേണം, ഇപ്പോൾ നിങ്ങൾ കോളിംഗ് ചെയ്യാണ്, ക്യാമറാസും iPhone 12 നല്ലതാണ്, അത് ഓവറോൾ ഒരു ഫോണാണ്. അപ്പോൾ ആ സ്മാർട്ട് ഫോണിനകത്തോട്ട് പോകാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഏത് യൂസേഴ്സിനാണ് ഈ സ്മാർട്ട് ഫോൺ മേടിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ഈ സ്മാർട്ട് ഫോൺ മേടിക്കുകയാണെങ്കിൽ നല്ല, മൊബൈൽ ഗെയിമിങ്ങിന് വേണ്ടി. ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് PC-ലോട്ടൊക്കെ പോകാൻ പറ്റും, കൺസോൾസിലോട്ട് പോകാൻ പറ്റും. Xbox One PS4 നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ഡീല് തന്നെയാണ്. ഈ സ്മാർട്ട് ഫോൺ കുറച്ചുകൂടെ വില കൂടുതലാണ്, 60,000 രൂപയാണ് ബേസ് വേരിയന്റിന്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളുണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ പലരും ഈ സ്മാർട്ട് ഫോൺ മേടിക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയിൽ ഗെയിമിംഗ് ഫോൺസിന്റെ ട്രെൻഡ് ഒന്നുമില്ല ഇപ്പോൾ കറന്റ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ഈ സ്പോർട്സും ഇതിന്റെ എല്ലാം കാരണം. പക്ഷെ സാധാരണ ആൾക്കാർ 20,000 30,000 രൂപയുടെ താഴെയുള്ള സ്മാർട്ട് ഫോണിനകത്ത് ആയിരിക്കും കൂടുതൽ ഗെയിമിംഗ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ അതാണ് വാല്യൂ ഫോർ മണി. ആൾക്കാർക്ക് കൂടുതൽ പൈസ ഒന്നും കൊടുത്ത് ഒരു ഫോൺ മേടിക്കാനൊന്നും പറ്റത്തില്ല ഗെയിമിങ്ങിന് വേണ്ടി. ഇപ്പോൾ ഗെയിമിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ കൺസോൾസും നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. പിന്നെ കൊറിയ ഈ രാജ്യങ്ങളിലായിരിക്കും കൂടുതൽ ഈ സ്പോർട്സിന്റെ ക്രേസ് ഉള്ളത്. അപ്പോൾ ഈ സ്പോർട്സിന്റെ ക്രേസ് ഉള്ളവരെ ഈ സ്മാർട്ട് ഫോൺ മേടിക്കാവൂ, കാരണം വെച്ചാൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നും വരത്തില്ല. ഇപ്പോൾ ഈ സ്പോർട്സും ഇതെല്ലാം ഓർത്താണെന്ന് തോന്നുന്നു ASUS ഈ സ്മാർട്ട് ഫോൺ ഇറക്കിയത്. അപ്പോൾ കൂടുതൽ ഈ സ്പോർട്സിന്റെ ട്രെൻഡ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് ഫോൺ മേടിക്കുകയാണെങ്കിൽ ഗെയിമിങ്ങിനെ മേടിക്കാവൂ. അപ്പോൾ ഈ സ്പോർട്സ് കാരണമാണെന്ന് തോന്നുന്നു എനിക്ക് അവർ തോന്നുന്നു ഈ സ്മാർട്ട് ഫോൺ ഇറക്കിയത്. അപ്പോൾ ASUS എനിക്ക് തോന്നുന്നു ZenFone Max Pro M3 ഇറക്കായിരുന്നു
ഇറക്കുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. M2 വരെ ഇറക്കി, പക്ഷേ M3 ഒന്നും ഇറക്കിയില്ല. ഒരു കൂടുതൽ ഫോൺസ് ലോഞ്ച് ചെയ്യാനെങ്കിൽ കൊള്ളായിരുന്നു. 20,000 രൂപ 30,000 രൂപയുടെ റേഞ്ചിൽ നല്ല സ്മാർട്ട് ഫോൺസ് ഒക്കെ ഇറക്കുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവർ ROG ഫോൺ സീരീസിലാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ മറ്റുള്ള ഫോൺസ് ഒന്നും ഇറക്കുന്നില്ല, അതും ഇറക്കുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച്. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പെർഫോമൻസ് ആയിക്കോട്ടെ, ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ, ക്യാമറാസ് ആയിക്കോട്ടെ, ഏത് യൂസേഴ്സിനെ വാങ്ങണം, അസൂസിൻ്റെയും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.